ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ആൻഡമാൻ ടൂറിൻ്റെ എപ്പിസോഡ് 2 ആണ്. ഇന്ന് നമ്മൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്ക് ഐലൻഡിലേക്ക് പോവാണ്. നോട്ടിക്കയാണ് നമ്മുടെ ഫെരി എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നോട്ടിക്കയിൽ റോയൽ ക്ലാസ്, അതായത് അപ്പർ ഡെക്കിൻ്റെ ടിക്കറ്റായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. സെൻട്രൽ സീറ്റിൽ 6 പേരും, ലെഫ്റ്റ് സൈഡിൽ 2, റൈറ്റ് സൈഡിൽ 2, അങ്ങനെയാണ് എൻ്റെ സീറ്റിംഗ് വരിക. 9:30 ഫെരി ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ എത്താൻ ഏകദേശം 11:15 ആയി. 1.5 hour മേളിൽ നിന്ന് ട്രാവൽ ടൈം എടുത്തു. അന്ന് സീ കുറച്ച് റഫ് ആയതുകൊണ്ടാണ് ഇത്രയും ട്രാവൽ ടൈം എടുത്തത്. ഇല്ലെങ്കിൽ ഒരു 1 hour 15 minutes, 1.5 hour കൊണ്ട് എത്താം. അതിനുശേഷം ഞങ്ങൾ നേരെ വന്നത് ഞങ്ങളുടെ റിസോർട്ടിലേക്കായിരുന്നു. ഹാവ്ലോക്കിൽ TSG ബ്ലൂ എന്ന് പറയുന്ന റിസോർട്ടായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഇത് രാധാനഗർ ബീച്ചിൻ്റെ വാക്കബിൾ ഡിസ്റ്റൻസിലായി ഈ റിസോർട്ടുള്ളത്. അങ്ങനെയാണ് ഈ റിസോർട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അത്യാവശ്യം നല്ലൊരു റിസോർട്ടാണ്. പ്രൈസിങ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം ഞങ്ങൾ പോയത് നേരെ രാധാനഗർ ബീച്ചിലേക്കാണ്. വേൾഡിലെ തന്നെ 7th ബ്യൂട്ടിഫുൾ ബീച്ച് എന്നാണ് രാധാനഗർ അറിയപ്പെടുന്നത്. ഇവിടുത്തെ സൺസെറ്റ് ഭയങ്കര ഫേമസ് ആണ്. അതായത് ഹാവ്ലോക്ക് ഐലൻഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് ഫോർ സൺസെറ്റ് ആണ് രാധാനഗർ ബീച്ച്. ബീച്ചിൽ സൺസെറ്റ് കാണാൻ വേണ്ടി നിങ്ങൾ വരുമ്പം ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിൽ ഭയങ്കര ക്രൗഡായിരിക്കും. അപ്പം ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടെ പീസ്ഫുൾ ആണ് രാധാനഗർ ബീച്ചിൻ്റേത്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞങ്ങളുടെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആൻഡമാനിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിരുന്നു പ്ലാൻ. അങ്ങനെ രാധാനഗർ ബീച്ചിൽ വെച്ചിട്ട് ഒരു വാട്ടർ മെലൺ മേടിച്ച് കേക്ക് മുറിച്ച് കുറച്ച് പിക്ചേഴ്സ് എടുത്തിട്ട് അന്നത്തെ ഡേ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. Day 2 ഞങ്ങൾ എത്തിയത് ഹാവ്ലോക്ക് മെയിൻ ജെട്ടിലേക്കാണ്. ഇവിടുന്നാണ് എലിഫൻ്റ ബീച്ചിലേക്കുള്ള ബോട്ട് സർവീസ് ഉള്ളത്. 1000 rupees ആണ് പെർ പേഴ്സൺ ചാർജ് ചെയ്യുക. 1000 rupees നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള പിക്കപ്പ് 15 minutes ആണ് ട്രാവൽ ടൈം. അവിടെ പോയി 3 hours നിങ്ങൾക്ക് എലിഫൻ്റ ബീച്ചിൽ വാട്ടർ ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തരും. 3 hours ശേഷം തിരിച്ച് അവർ നിങ്ങൾ അതേ ബോട്ടിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. ഈ സർവീസിന് മാത്രമാണ് 1000 rupees. വാട്ടർ ആക്ടിവിറ്റീസിനുള്ള ക്യാഷ് നിങ്ങൾ അവിടെ ചെന്നിട്ട് പേ ചെയ്യണം. അവിടെ ഞങ്ങൾ നേരെ പോയത് ഗോവിന്ദനഗർ ബീച്ചിലേക്കാണ്. അധികം ക്രൗഡ് താല്പര്യമില്ലാത്ത, പീസ്ഫുള്ളായിട്ട് ബീച്ചിലിരിക്കണം താല്പര്യമുള്ളവർക്ക് വരാൻ പറ്റിയൊരു ബീച്ചാണ്. ഹാവ്ലോക്കിൽ തന്നെ ഒരു അൺടച്ച്ഡ് ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം ഗോവിന്ദനഗർ ബീച്ച്. ഞങ്ങളിവിടെ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം കുറച്ച് നല്ല പിക്ചേഴ്സ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ പിക്ചേഴ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ നേരെ പോയ ബീച്ചാണ് കാലാപത്തർ ബീച്ച്. ഗോവിന്ദനഗർ ബീച്ചിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കാലാപത്തർ ബീച്ചിലേക്ക്. കാലാപത്തർ ബീച്ചിലേക്ക് നിങ്ങൾക്ക് വരുമ്പം നിങ്ങൾക്ക് റോഡ് സൈഡിൽ തന്നെ ഷോപ്പിങ്ങിന്, സ്ട്രീറ്റ് ഫുഡിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാലാപത്തർ ബീച്ച് ഉള്ളത്. ഈ ബീച്ച് സൺറൈസിന് ഭയങ്കര ഫേമസ് ആണ് ഹാവ്ലോക്കിൽ. പക്ഷേ ഞങ്ങൾ സൺറൈസ് പ്ലാൻ ചെയ്തത് നീൽ ഐലൻഡിലാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഏകദേശം വന്നത് ഗോവിന്ദനഗർ ബീച്ച് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. ഉച്ചയായപ്പോൾ വന്നെങ്കിലും സൈഡിൽ ഫുള്ളായിട്ട് ഗ്രീനറി ഉള്ളതുകൊണ്ട് ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം അവിടെ കാലാപത്തർ ബീച്ചിൽ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ഒരുപാട് ലോക്കൽ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ബീച്ചിൽ വരും. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് നല്ല പിക്ചേഴ്സ് അവിടെ ക്ലിക്ക് ചെയ്യാം. അവരുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1500 മുതലാണ്. 1500-ന് 25 പിക്ചേഴ്സാണ് അവർ ഓഫർ ചെയ്യുന്നത്. 1000 ആണ് ഒരു മിനിമം അവരുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ബാർഗൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ബാർഗൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 500 rupees-നൊക്കെ 5 photos 10 photos കിട്ടും. അവിടെ ഞങ്ങൾ തിരിച്ച് പോയത് രാധാനഗർ ബീച്ചിലേക്ക് തന്നെയാണ്. രാധാനഗർ ബീച്ചിൽ ആദ്യ ദിവസം ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റിയില്ലായിരുന്നു, ക്ലൗഡ്സ് ഉള്ളതുകൊണ്ട്. അതുപോലെ രാധാനഗർ ബീച്ചിൽ ട്രെക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ, കുറച്ച് നടക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന വഴിയിൽ നേരെ നിങ്ങൾക്ക് ബീച്ചിനോട് ചേർന്ന് റൈറ്റ് സൈഡിലേക്ക് നടന്നു കഴിഞ്ഞാൽ വേറൊരു പോയിന്റിലെത്താം. അങ്ങനെ അധികം ടൂറിസ്റ്റുകൾ ആരും എത്താത്തൊരു സ്ഥലമാണ് അവിടെ. അവിടത്തേക്ക് നിങ്ങൾക്ക് ട്രെക്ക് ചെയ്ത് പോകാം. അങ്ങനെ ആ ട്രെക്കിങ്ങിന് ഞങ്ങൾ പോയില്ല. കുഞ്ഞുള്ളതുകൊണ്ട് അത്രയും ദൂരം നടക്കാൻ പറ്റാത്തതുകൊണ്ട് ട്രെക്കിംഗ് ചെയ്യാതെ സൺസെറ്റ് കണ്ടു. സൺസെറ്റിന് ശേഷം അവിടെ 2-3 പിക്ചേഴ്സ് എടുത്തു. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡേ വൈൻഡപ്പ് ചെയ്തു. ഇന്ന് ഹാവ്ലോക്കിൽ ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. നാളെ രാവിലെ ഇവിടുന്ന് നീൽ ഐലൻഡിലേക്കുള്ള ഫെരി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നീൽ ഐലൻഡിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.